ദിനവൃത്താന്തം 20. Okay. Let's all take verse 2 Chronicles, chapter 20. We know the story because Jehoshaphat was the king of യഹോശാഫാത്ത് രാജാവായിട്ട് അവിടെ വാഴുമ്പോൾ അമ്മോന്യര്, മോവാബ്യര്, സെയീർ പർവ്വതക്കാര് ഇവര് യുദ്ധത്തിനായിട്ട് വരികയാണ്. So I hope you are familiar with the story. It's story that's mentioned in chapter 20 of 2 Chronicles from verse 1. It happened after this that people of Moab with the people of Ammon and others with them besides the Ammonites came to battle against Jehoshaphat. നമുക്കറിയാം മോവാബ്യരും അമ്മോന്യരും ലോത്തിന്റെ മക്കളായിരുന്നു. സെയീർ പർവ്വതക്കാര് യെശയാവിന്റെ മക്കളായിരുന്നു. Also when we look into the history of these Moabites and Ammonites, they are the children of Lot, who is a nephew of Abraham, and also Mount, I'm not sure if it's mentioned here, from Syria, I think. They are the children of Esau. അപ്പോൾ ഇവരെ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിലെ കടന്നു വന്നപ്പോൾ ദൈവം അവരെ ആക്രമിക്കരുത്, അവരെ ഉപദ്രവിക്കാതെ വണ്ണം അവരുടെ രാജ്യത്തോടെ കടത്തിവിടുവാൻ സമ്മതിക്കാത്തതുകൊണ്ട് അവരുടെ രാജ്യം ചുറ്റി ഒരു വഴിക്ക് അവർ ഇസ്രായേലിലേക്ക് കടന്നു പോകുവാനായിട്ട് കനാൻ നാട്ടിലേക്ക് പോകുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. So God had commanded to the people of Edomites, so children of Esau, not to harm the Israelites when they were passing through their town, but they were not ready for that, so the Israelites had to go around their town to the city of Canaan. ദൈവം പറഞ്ഞത് ഇത്ര മാത്രമാണ്, അവര് നിങ്ങളുടെ സഹോദരങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ അവരെ ഉപദ്രവിക്കാതെ വേറെ വഴിയായിട്ട് പോകുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. So God commanded this to them because they were literally the brothers of Edomites. So like Esau and Jacob were brothers, Israelites were brothers to the Edomites. ഇവര് വലിയ സമൂഹമായിട്ട് ഇവര് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നു വന്നപ്പോൾ ഇവർ ചോദിക്കുന്ന ഒരേ ക്വസ്റ്റ്യനാണ്, നീ അല്ലേ യഹോവേ അങ്ങല്ലേ പറഞ്ഞത്, നീ അന്ന് ഇവരെ ഉപദ്രവിക്കരുത്, അവര് നിങ്ങളുടെ സഹോദരങ്ങളല്ലേ എന്ന് പറഞ്ഞത്, എന്നിട്ട് അപ്പം അവർ ഇപ്പോൾ യുദ്ധത്തിനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. So the children of Israelites are crying out to the Lord and saying, Lord, you told us that they wouldn't harm us because they are our brothers, but now these people are coming against us to have a war with us. ഹല്ലേലൂയ. ചില അവസരങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ പലരെയും പിടിച്ച് കയറ്റിക്കൊണ്ടുവന്ന് അവരെ ഉപദ്രവിക്കാതെ നമ്മൾ ഒരു സൈന്യം, ഒരു ശക്തിയായിട്ട് വരുമ്പോൾ നമ്മൾ ചിലരെ പിടിച്ച് അവരെ സംരക്ഷിച്ച അവസ്ഥയിൽ അവർ നമുക്കെതിരെ തിരിഞ്ഞു വരുന്ന അവസരങ്ങൾ പല അവസരങ്ങളിലും ഉണ്ടാകുന്നു. So there will be times in our lives where we actually help them. We didn't go for any fight with them. Instead, we tried to help them come out of their pit or whatever they were going through. And after a while, they just turn back and stab in the back. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും അതുപോലെയുള്ള അവസരങ്ങളുണ്ടാകും. പക്ഷേ അന്നേരം ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്കൊരു വിക്ടറി അവിടെ ദൈവം ഒരുക്കിയിരിക്കും. So the Bible says that in our lives too we could go through similar situations where the people who we have helped are, it's not like they're helping back, they're instead trying to cause harm to us. So in those situations God tells us what to do through his word, and if we are ready to follow that, God will give us victory. ഒരു വലിയ സൈന്യം കടന്നു വന്ന് യഹോശാഫാത്ത് വരുന്നു എന്ന് കണ്ട് മനസ്സിലാക്കിയപ്പോൾ യഹോശാഫാത്ത് എല്ലാവരെയും വിളിച്ചിട്ട് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ ആലോചന എന്തെന്നറിയുവാൻ തക്കവണ്ണം അവർ പ്രാർത്ഥനയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുകയാണ്.
So when King Jehoshaphat saw that all these people are coming for war against them, what he did was he gathered everyone together and he started praying to the Lord. ഹല്ലേലൂയ. പല അവസരങ്ങളിലും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് നേരെ ശത്രു തല ഉയർത്തുമ്പോൾ നമുക്ക് പലപ്പോഴും ദൈവസന്നദ്ധിയിൽ ഇരുന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകാതെ അതിനെതിരെ പ്രവർത്തിക്കുക, ആ എതിരെ വരുന്ന ശത്രുവിനെതിരെ നമ്മൾ പ്രവർത്തിക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ഹല്ലേലൂയ ആരോഗ്യത്തിലൂടെ എല്ലാം നമ്മൾ ശ്രമിക്കാറുണ്ട്. There could be times in our lives where we try to use our power, words, and ability to overcome our enemy instead of kneeling down before the Lord. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, ആ യഹോശാഫാത്ത് രാജാവായിരുന്നിട്ടും ഹല്ലേലൂയ അവർ യുദ്ധത്തിന് പുറപ്പെടാതെ വണ്ണം അവർ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഇരുന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാൻ തക്കവണ്ണം ഇരുന്നു. But here we can see that King Jehoshaphat has decided to stay in the presence of the Lord, to seek him and his decision, his will, instead of going for a war against all these people who are coming against them. ഹല്ലേലൂയ. ഇന്ന് പാടിയ പാട്ടും അത് തന്നെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇത് എന്തോ നമ്മളോട് സംസാരിക്കുവാൻ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. So the Holy Spirit is actually inspiring us to think more about this and dwell deep into this verse, because the songs that we sang today are closely related to the topic that we are talking right now. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തൊക്കെയോ വിഷയങ്ങൾ തലപൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ആ വിഷയങ്ങളെ ഹല്ലേലൂയ ദൈവസന്നദ്ധിയിലേക്ക് സമർപ്പിച്ചിട്ട് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അതിനൊരു പരിഹാരത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഹല്ലേലൂയ. So God is showing us that he would like us to submit everything that is bothering us into his feet, under his feet, so that he can deal with it instead of us bothering about it. ഹല്ലേലൂയ. അവരെ അത്യുച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് തുടങ്ങുകയാണ്. ഹല്ലേലൂയ. അവര് ഹല്ലേലൂയ യുദ്ധത്തിന് വന്നതായ ശത്രുവിനെ കാണുന്നില്ല. ചിലപ്പോൾ നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് വലിയ ശത്രു ആയിരിക്കാം, വലിയ പ്രശ്നങ്ങളായിരിക്കാം. അത് ഒന്നും കാണാതെ വണ്ണം ദൈവസന്നദ്ധിയിലിരുന്ന് ദൈവത്തെ സകലതും മറന്നങ്ങ് ആരാധിക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ വിടുതൽ ദൈവം കരുതിക്കൊള്ളും. Hallelujah. The enemy that's standing in front of us could be much, much bigger than we could ever deal with. But here we can see that these people never looked at the enemy. Instead, they were worshiping and praising the Lord louder than anything. So God wants us to do the same. Instead of looking at the enemy, praise him and give him all the glory. ഹല്ലേലൂയ. പിന്നെ അവര് പോയത് ഹല്ലേലൂയ അവര് പാടി സ്തുതിച്ചുകൊണ്ട് യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ട് ഹല്ലേലൂയ അവര് നടക്കുവാനായിട്ട് തുടങ്ങുകയാണ്. So we can see that after that they are singing praises to the Lord and they are getting ready for the war. ഹല്ലേലൂയ. അപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യണ്ട, നിങ്ങൾ കാഴ്ചക്കാരെ പോലെ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇവിടെ നിന്നാ മതി ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് ദൈവം അവിടെ ചെയ്ത കാര്യങ്ങളാണ് അതിനുശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. So in verse 17 you can see that God asks these people, the Israelites, not to you will not need to fight in this battle. Instead, position yourself, stand still and see the salvation of the Lord who is with you. സെയീർ പർവ്വതക്കാരെ പതിയിരിപ്പുകാരായി ഈ കാടുകളിലെ പലയിടത്തായിട്ട് ഹല്ലേലൂയ ആദ്യമേ വിന്യസിച്ചു കഴിഞ്ഞു. So some of the people from Syria had actually hid themselves in different parts of the forest and was ready to fight the Israelites. അമാലേക്കരും മോവാബിരും കടന്നു വന്നപ്പോൾ ഇവര് വിചാരിച്ചു ഇസ്രായേൽ മക്കളാണെന്ന് വിചാരിച്ച് ഇവരെഴുന്നേറ്റ് ആക്രമിക്കുവാൻ തുടങ്ങുകയാണ്. So it's not the Syria, it's from the people from Mount Seir. So what happened was the people from Mount Seir was, like I said, they were hiding in the bushes. And when the people from the Ammonites and Moabites, when they came for the war,
the people from Mount Seir thought that those guys are Israelites and started fighting with them. ഹല്ലേലൂയ. സെയീർ പർവ്വതക്കാരെ മുഴുവനും അവിടെ താഴെ വീഴുവാനായിട്ട് ഇടയായി തീർന്നു. So, and then in verse 23, you can see that for the people of Ammon and Moab stood up against the inhabitants of Mount Seir to utterly kill and destroy them. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ അമാലേക്കരുടെ ഇടയിൽ ഹല്ലേലൂയ അവരുടെ ഇടയിലും മോവാബിയരുടെ ഇടയിലും ഒരു ശത്രു മനോഭാവം ദൈവം അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യിക്കുകയാണ്. And then God created an enmity between Moabites and Ammonites to അവര് each other. അന്യോന്യം ഹല്ലേലൂയ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ അവര് മൊത്തം ഹല്ലേലൂയ നശിച്ച് അവിടെ വീണ് കിടക്കുവാനായിട്ട് ഇടയായി തീരുകയാണ്. And then they started fighting between each other, like Moabites and Ammonites started fighting with each other, and they were all killed. ഹല്ലേലൂയ. അത് കഴിയുമ്പോൾ ഇസ്രായേലര് ചെന്ന് നോക്കുമ്പോൾ ശത്രു സൈന്യത്തെ എങ്ങും കാണുവാനില്ല. അവർ മുഴുവനും താഴെ കിടക്കുന്നത് മാത്രമായിട്ടാണ് കാണുന്നത്. So when Israelites went into the desert to look for this enemy, they couldn't find any of them. They were all killed. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അവർ കൊള്ളയിടുവാൻ വേണ്ടിയിട്ട് അവരുടെ ഈ പടക്കൂട്ടം കിടക്കുന്ന ഇടയിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ഒരു മനുഷ്യൻ പോലും ജീവനോടെ ഇല്ല. ഒരുപാട് സമ്പത്ത് അവരുടെ കയ്യിൽ ഹല്ലേലൂയ അവിടെ നിരന്ന് കിടക്കുകയാണ്. So when Jehoshaphat and his people came to take away the spoil, they found that no one was alive. Instead, they could find abundance of wealth over there. അവർ എല്ലാം വാരിക്കൂട്ടുകയാണ്. അവരുടെ കയ്യിൽ ഒതുങ്ങുന്നത് മുഴുവനും അവരുടെ വാഹനങ്ങളിലെ കുതിരകളിലെ എല്ലാം കൊണ്ട് നിറയ്ക്കാൻ പറ്റുന്നതെല്ലാം അവർ നിറച്ചു. ഹല്ലേലൂയ. ഒരു ദിവസം കൊണ്ട് അവർക്ക് അത് കളക്ട് ചെയ്യുവാൻ സാധിച്ചില്ല. So they were trying their best to collect everything, and they tried to fill their vehicles, their horses and everything, but they couldn't even finish with one day. They had to keep coming back to collect everything. രണ്ടാമത്തെ ദിവസവും അവർക്ക് അത് തീർക്കുവാൻ സാധിച്ചില്ല. They couldn't finish on the second day either. മൂന്നാമത്തെ ദിവസവും അവരെ കളക്ട് ചെയ്യുവാൻ ചെന്നു. അവർക്ക് വേണ്ടുവോളം കിട്ടി. അതിനുശേഷവും തീർന്നിട്ടില്ല. And third day the same, they couldn't finish collecting everything. നാലാമത്തെ ദിവസവും അവർ കളക്ട് ചെയ്യാൻ പോയെന്നാണ് തിരുവചനത്തിൽ കാണിക്കുന്നത്. And the word says that they went again on the fourth day to gather all these wealth. ശത്രുവിന്റെ മുമ്പിൽ മേശ ഒരുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ശത്രു പിടിച്ചു വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾക്ക് വീതിച്ചു കൊടുക്കുന്നത് ദൈവത്തെയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. In here we can see a Lord who prepares a table in front of the enemy. He provides for the Israelites from the enemy's bounty. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. നിന്റെ സമ്പത്ത് ദുഷ്ടന്റെ കയ്യിലാണെങ്കിൽ ഹല്ലേലൂയ അതിനെ തിരിച്ചു കൊണ്ടുവന്ന് നിന്റെ അടുത്ത് തരുവാൻ സർവശക്തനാണ് നമ്മുടെ ദൈവം. Hallelujah. Our Lord is a God who can bring all the wealth. If you feel like your wealth is with the enemy, he is powerful enough to bring it back to us. തിരിച്ചു തരുമ്പോൾ ഒരു ദിവസത്തെ കിട്ടേണ്ടുന്ന സമ്പത്തല്ല നിനക്ക് തരുന്നത്. 3 മടങ്ങ് സമ്പത്തല്ല, അതിൽ കൂടുതൽ നീ ചിന്തിക്കാത്ത ലെവലില് നിനക്ക് പകരുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ. And when he gives it back to you, he is not going to give it twice, thrice, but more than 4 times the wealth that you had. He will give more than 4 times. ഹല്ലേലൂയ. നീ ഒന്ന് പാടി സ്തുതിക്കുവാൻ തയ്യാറായാൽ, നമ്മളൊന്ന് പാടി സ്തുതിക്കുവാൻ തയ്യാറായാൽ നമ്മൾ ഓർക്കും ഹല്ലേലൂയ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂവല്ലോ എന്ന്. ഹല്ലേലൂയ. മതി ദൈവത്തിന് ഹല്ലേലൂയ ആത്മാവിൽ പാടി സ്തുതിക്കുവാൻ. ഹല്ലേലൂയ. അധികം ആളുകൾ വേണമെന്നില്ല. ആത്മാർത്ഥതയോടെ ആത്മാവിൽ ഒന്ന് പാടി സ്തുതിക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ നിന്റെ അതിരുകളെ വിശാലമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിന്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിന്നെ തന്നെ ഹല്ലേലൂയ ആത്മീക വർധന വരുത്തുന്ന ദൈവം. ഹല്ലേലൂയ ഇന്ന് നമ്മളോട് ഓരോരുത്തരോട് സംസാരിക്കുകയാണ്. We might feel like the enemy is greater than us and we are just few in number, but the God that we serve is so powerful enough to fill us with his holy anointing, and if we are ready to praise and worship him and submit ourselves to him, he is great enough to
defeat the enemy and give back to us what belonged to us. ഹല്ലേലൂയ. അവിടെ ഒരു ആ സ്ഥലത്തിന് ഒരു പേര് ഇടുന്നതായിട്ട് അവിടെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. We can say that that place, the people of Israelites have named that place. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് 26, yeah. ആ സ്ഥലത്തിന് ബെരാഖ താഴ്വര എന്ന് പേർ പറഞ്ഞു വരുന്നു. So they have named that valley the valley of Berakah. യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയസന്തോഷം നൽകിയതുകൊണ്ടാണ് ആ പേര് അവരെ ഇടുവാനായിട്ട് ഇടയായി തീർന്നത്. They have named that valley Berakah because the Lord had made them rejoice over their enemies. ഹല്ലേലൂയ. ചില ബെരാഖ എന്ന് പറഞ്ഞാൽ കരയുന്ന താഴ്വര എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. I understand that the meaning of Berakah is the valley of sorrow or crying valley. കരയുന്ന താഴ്വരയാണെങ്കിലും ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയാൽ ഹല്ലേലൂയ, സന്തോഷം അണിയിക്കുന്ന താഴ്വരയാക്കി ദൈവം അതിനെ മാറ്റുകയാണ്. Even if the valley's meaning means the valley of sorrow, God is going to turn it around and make it into the valley of rejoicing. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഏത് വിഷയങ്ങളാണെങ്കിലും ഹല്ലേലൂയ, ഹല്ലേലൂയ നമുക്കെതിരെ വലിയ ശത്രുഗണം ഹല്ലേലൂയ അണിനിരന്നാലും ഹല്ലേലൂയ അതിനെയെല്ലാം ഹല്ലേലൂയ മാറ്റി മറിച്ചിട്ട് ഹല്ലേലൂയ അവരുടെ സമ്പത്തിനെ നമ്മുടെ കയ്യിൽ തരുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. Tonight God would like to remind us that even if the enemy is greater than us and he possesses all our wealth, our God is strong enough if we are ready to praise him and worship him. He is strong enough to defeat the enemy and bring us all our wealth back. ചിലപ്പോൾ നിന്റെ ശത്രു ഹല്ലേലൂയ ചില സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരായിരിക്കാം ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ ആരോടോ പറയുകയാണ് ഹല്ലേലൂയ, ആ സ്ഥാനമാനങ്ങളെ നോക്കി ഹല്ലേലൂയ നീ പേടിക്കേണ്ട കാര്യമില്ല ഹല്ലേലൂയ. നീ സ്തുതിക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ ആ സ്ഥാനമാനങ്ങൾ നിനക്കായി നിന്റെ മേലെ ഹല്ലേലൂയ നിന്റെ മേലെ അവകാശമായിട്ട് വരും. God wants to tell someone sitting here or watching online that your enemy might be someone who holds a higher position than you, but do not be afraid because God is higher than everyone. He is able to turn that person down and give you that higher position over them. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളോട് ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ഹല്ലേലൂയ. Hallelujah. When Holy Spirit right now he is speaking to each and every one of us, let us listen to his voice and let us keep praising and praying him. ഹല്ലേലൂയ. നമുക്ക് ആ പാട്ട് ഒന്നും കൂടെ ഒന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമ്മൾ അതിൻ്റെ ആഴത്തിലേക്ക് അന്ന് ഹല്ലേലൂയ, കർത്താവേ ഞങ്ങളുടെ ശത്രുക്കളെ നീ പാദപീഠമാക്കി ഹല്ലേലൂയ. ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ അങ്ങ് ഈ ലോകത്തിന് കൊടുത്ത സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും എല്ലാം ഹല്ലേലൂയ അങ്ങ് ഞങ്ങൾക്ക് തിരിച്ചു തരുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടാം നമുക്ക്. Let's all sing the song once again, praising him and thanking him for giving us the joy and peace that he has kept for us in this world, that the devil can't steal it away from us because he has defeated this devil.